ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1860 ദിവസമാണ്. ഇന്ന് ലോക മൃഗക്ഷേമ ദിനമാണ്. ഈ ലോക മൃഗക്ഷേമ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന ആദരണീയരായ വ്യക്തികൾക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മോടൊപ്പം എത്തുന്നത് ശ്രീ മുകേഷ് ജെയിനാണ്. അദ്ദേഹത്തെ ഏവിയൻ റെസ്ക്യൂവർ അല്ലെങ്കിൽ ബേർഡ് റെസ്ക്യൂവർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം കൊച്ചി ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അദ്ദേഹം ഇതിനകം 6000 ബേർഡ്സിനെയാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അപകടങ്ങളിൽ പെടുന്ന ബേർഡ്സിനെയും പലതരത്തിലുള്ള ബേർഡ്സിനെയും രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്യമത്തിലാണ് അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. 6000 പക്ഷികളെ അദ്ദേഹം ഇതിനകം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കാക്കകളും പരുന്തുകളും എല്ലാം ഉൾപ്പെടുന്നു. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്ത് പട്ടം പറത്തി ഒത്തിരി പക്ഷികൾ അപകടത്തിൽപ്പെടുന്നു. അതിലെ പട്ടത്തിൽ ഉപയോഗിക്കുന്ന ത്രെഡ് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതായതുകൊണ്ടാണ് ഈ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം അത് കോട്ടൺ ത്രെഡുകൾ ആക്കുന്നതിന് വേണ്ടി ഒത്തിരി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി വരുന്നു. അതിനായിട്ട് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്ന മഹാമനസ്കനും ആർദ്ര ഹൃദയത്തിനുടമയുമായ അദ്ദേഹത്തെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് വളരെ ആദരപൂർവവും സ്നേഹപൂർവവും ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നത് ഡോക്ടർ ഹരികുമാർ ജി. അദ്ദേഹം നമ്മുടെ സെപ്റ്റംബർ 28-നുള്ള നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. നമ്മുടെ പ്രോഗ്രാം ധന്യമാക്കി. അദ്ദേഹം 3 സിസ്റ്റവും കരസ്ഥമാക്കിയിട്ടുള്ള ബഹുമാന്യനായ വ്യക്തിത്വമാണ്. അദ്ദേഹം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നത് ഡോക്ടർ മുസ്തഫ KT-യാണ്. അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എപ്പോഴും സാറ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് പലപ്പോഴും സംശയങ്ങളൊക്കെ ചോദിച്ച് നമ്മളെല്ലാം വിളിക്കാറുണ്ട്. വളരെ നല്ലൊരു മൃഗസ്നേഹിയും ഹോമിയോപ്പതി സ്നേഹിയും ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് മൃഗങ്ങളുടെ രോഗം സുഖപ്പെടുത്തുകയും ചെയ്യുന്ന അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ എപ്പോഴും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങൾ പതിവായി കൊണ്ടുവരികയും അതൊരാഘോഷമാക്കി മാറ്റുകയും പ്രഗത്ഭരായ വ്യക്തികളെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഡോക്ടർ മനോജ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിൽ നന്ദി പറയുവാനായി തോന്നുന്നു ഡോക്ടർ മറിയാമ്മ ജോണാണ്. ഡോക്ടർ മറിയാമ്മ ജോണിനെയും സ്നേഹപൂർവ്വം സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നന്ദി ശൈല ഡോക്ടറെ. നമ്മുടെ ആദരണീയ അതിഥി ജോയിൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. സലിംകുമാർ ഡോക്ടറെ, അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഡോക്ടർ സലിംകുമാർ, ഞാൻ ഇപ്പോഴും വിളിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ എന്താ സംഭവം എന്നറിയില്ല. ഞാൻ വിളിച്ചപ്പോൾ പിന്നെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ല. അദ്ദേഹത്തിന്റെ വൈഫ് ആരോ സഹായിച്ചോണ്ടിരിക്കണുണ്ട്. ഹരികുമാർ ഡോക്ടർ. അപ്പൊ നമുക്കറിയാം, ഈ ആത്മീയ രാമായണത്തിൽ പറയുന്ന പോലെ ആത്മാവിന്റെ ഭാഷയിൽ അങ്ങും ഞാനും ഒന്നെന്ന് ഹനുമാൻ രാമനോട് പറഞ്ഞ രംഗമുണ്ട്. അപ്പൊ ഈ ഒരു ഭാഷയാണ് ശരി ഹോമിയോപ്പതി. എവിടെ ജീവനുണ്ടോ, എവിടെ പ്രാണനുണ്ടോ അവിടെ ഹോമിയോപ്പതി ഉണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷെ 32ാമത്തെ അഹോറത്തിൽ ഹനുമാൻ പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ഒരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗണോ മെഡിസിനിൽ എവിടെങ്കിലും ഒരു വാക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏക ഭാഗം 32ാമത്തെ അഹോറത്തിൽ ഒരു വാക്കാണ് ആൻഡ് അതർ ലിവിങ് ബീങ്സ് എന്നുള്ളതാണ്. നമുക്ക് കാണാൻ ജോയിൻ ചെയ്തിട്ടില്ല, അതിനോട് നമുക്ക് തീർച്ചയായിട്ടും സമയം കളയാനില്ല. നമ്മുടെ ആദരണീയനായ ഹരികുമാർ ഡോക്ടറെ ഈ പരിപാടിക്ക് ആശംസ പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. ഹരികുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ?
മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ അത്ഭുതമാണ് ഹരികുമാർ. ഡോക്ടർ DHMS കഴിഞ്ഞ് VAMS പോയി MBBS പോയി MD എടുത്തു. സാറ് അൺമ്യൂട്ട് ചെയ്യാമോ? താഴെ ഒരു മൈക്ക് സിമ്പൽ ഉണ്ട്. ഓക്കെ, റെഡിയായി. ഹലോ അങ്ങേക്ക് സ്വാഗതം. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനത്തിനായിട്ട് അങ്ങ് ക്ഷണിക്കുകയാണ്. അപ്പോ ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പോലെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയുക. ഒരു 10 മിനിറ്റിനകത്ത് ഉദ്ഘാടനവും. സാർ പ്ലീസ്. ഓക്കെ. എൻ്റെ പേര് മുകേഷ് ജെയിനാണ്. ഞാൻ കൊച്ചി മട്ടാഞ്ചേരിയിലാണ് താമസിക്കുന്നത്. ഈ പക്ഷികൾക്ക് വേണ്ടിയുള്ള കുറെ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ ഈ പട്ടത്തിന്റെ ദ്രവിക്കാത്ത പ്ലാസ്റ്റിക് ടെങ്കീസ് നൂലില് പക്ഷികൾ കുറെ ആ പക്ഷികളുടെ ചിറക്, കഴുത്ത്, കാലൊക്കെ അതിനകത്ത് കുടുങ്ങിപ്പോണാണ്. പൊട്ടിയ പട്ടത്തിന്റെ നൂല് മരത്തിന്റെയും വലിയ ബിൽഡിങ്ങിന്റെയും ഇലക്ട്രിക് പോസ്റ്റും മൊബൈൽ ടവറിലെ മറ്റേ കുടുങ്ങിയിരിക്കും. അപ്പോൾ അതിലെ പക്ഷികളുടെ കുടുങ്ങി കഴിഞ്ഞാൽ അത് ഒരു പക്ഷിയല്ല മറിക്കുന്നത്. ഒരു പക്ഷി അതിനെ പെട്ട് കഴിഞ്ഞാൽ അതിന്റെ മൊത്തം കുടുംബം, അതിനെ കൂട്, അതിനെ കുഞ്ഞുങ്ങള്, അതിനെ മുട്ട, ഇതെല്ലാം മൊത്തം ഒരു പക്ഷീന്റെ ആ വംശം തന്നെ നശിപ്പിക്കുകയാണ് ഒരു പക്ഷി കുടുങ്ങിയാൽ. ഈ പട്ടം പറപ്പിക്കുന്നത് നല്ല വിനോദമാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. പക്ഷേ ഈ ദ്രവിക്കാത്ത പ്ലാസ്റ്റിക് ടെങ്കീസ്, മാഞ്ച അങ്ങനത്തെ നൂലുകൾ കൊണ്ട് പട്ടം പറപ്പിച്ചാൽ ഇത് പക്ഷികൾക്കും ഇത് പക്ഷികൾക്കും മനുഷ്യൻക്കും ഹാനികരമായി മാറണം. ഈ ദ്രവിക്കാത്ത നൂല് ഉയർന്ന മരത്തിലെ 25 മുതൽ 50 വർഷം വരെ ദ്രവിക്കാതെ ഇരിക്കും. അപ്പോൾ പക്ഷികളുടെ സഞ്ചാരത്തിന് ഇത് ഒരു അവരോധമായി മാറണം. ആയത് സ്ഥിതിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങിയിട്ട് പക്ഷികൾക്ക് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ മോചിപ്പിക്കാൻ വേണ്ടി കുറെ ശ്രമം നമ്മൾ 2007 മുതൽ തുടങ്ങി. അന്ന് കുറച്ച് കുറവായിരുന്നു. പക്ഷെ 2013 മുതൽ ഈ പ്ലാസ്റ്റിക് നൂലുകൾ, ചൈനീസ് നിർമ്മിതം പ്ലാസ്റ്റിക് നൂലുകൾ, എന്നുവെച്ചാൽ ആ നൂലുകൾ ആക്ച്വലി മറ്റേ മുത്തുമാല, പിന്നെ സ്കൂട്ടറും ഓട്ടോറിക്ഷന്റെ സീറ്റ് കവറും റെക്സിൻ നെയ്യാൻ വേണ്ടിയാണ് ഈ നൂലിന്റെ ഉപയോഗം. പക്ഷെ ഇത് മാറിയിട്ട് ഈ നൂലുകള് പട്ടം പറത്തത്തിൽ വന്ന് കോട്ടൺ നൂൽക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. കോട്ടൺ നൂല്, പൊട്ടിയ നൂല് മരത്തിലെ കുടുങ്ങിയാൽ 2-3 ദിവസത്തിൽ അത് ദ്രവിച്ചു പോകും. ഈ കൊടുക്കരുത്. ഈ നൂല് ഒട്ടും, ഈ പ്ലാസ്റ്റിക് നൂല് ഒട്ടും ദ്രവിച്ച് പോണില്ല. ആയത് സ്ഥിതിക്ക് ഞാൻ പല ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി. പല ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സക്സസ് ആയത്. ഒരു ചെറിയ മരക്കഷ്ണത്തിൽ 100ഓളം ആണി അടിച്ചിട്ട് ഈ തൂങ്ങിയിരിക്കുന്ന പക്ഷിന്റെ അവിടം വരെ കൊണ്ടുപോയിട്ട് പക്ഷിന്റെ മേലിലെ ഇത് എത്തിച്ചിട്ട് കറക്കി ലോക്ക് ചെയ്തിട്ട് പൊട്ടിച്ചിട്ട് ഈ പക്ഷിനെ താഴത്തെ കൊണ്ടുവന്നിട്ട് അതിന്റെ ചിറകിലും കഴുത്തിലും കാലിലേക്ക് കുടുങ്ങിയ നൂലൊക്കെ മാറ്റി ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പോലെയുള്ള ഈ ടെങ്കീസ് നൂൽ കൊണ്ടാണ് ജനങ്ങൾ പട്ടം പറപ്പിക്കുന്നത്. അറിയാതെ കുട്ടികൾ ചെയ്തു പോണ തെറ്റാണ്. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ കോടതിനെ സമീപിച്ചു, സുപ്രീം കോടതിനെ സമീപിച്ചു, പിന്നെ ഗ്രീൻ ട്രൈബ്യൂണലിനെയും സമീപിച്ചു. അങ്ങനെ കേരള ഹൈക്കോടതിന്റെ വിധി ഈ പക്ഷികളുടെ ഫേവറിൽ വന്ന് അങ്ങനെ ഈ ഒരു 80% വരെ നമുക്ക് സക്സസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അറിയാതെ കുറെ പേര് ഈ നൂലുകൾ കൊണ്ട് പട്ടം പറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പട്ടം പറപ്പിക്കണം, അത് നല്ല വിനോദമാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ദ്രവിക്കുന്ന കോട്ടൺ നൂൽ കൊണ്ട് മാത്രം പട്ടം പറപ്പിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി ഒരു ദിവസം ഉപവാസം നടത്തി. പിന്നെ ഇങ്ങനത്തെ ഒരു കാർഡൊക്കെ റെഡിയാക്കിയിട്ട് ഈ പട്ടം ഇറക്കാൻ പോകുമ്പോൾ, പക്ഷികളെ ഇറക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ കാർഡ് വിതരണം ചെയ്യും.
ഇങ്ങനത്തെ കുറെ സ്ഥലത്തെ നമ്മുടെ പ്രതിജ്ഞ എടുപ്പിക്കും. ഈ പ്രതിജ്ഞ എങ്ങനെയാണ്? ഞാൻ പക്ഷികൾക്കും മനുഷ്യർക്കും ഹാനികരമായ ദ്രവിക്കാത്ത പ്ലാസ്റ്റിക്, ടെങ്കിസ്, മാഞ്ച ഇവ നൂലുകൾ കൊണ്ട് പട്ടം പറപ്പിക്കുകയില്ല. അറിയാതെ പറത്തുന്നവർക്ക് ഞാൻ പിന്തിരിപ്പിക്കും. ദ്രവിക്കുന്ന പരുത്തി നൂല് കൊണ്ട് മാത്രം ഞാൻ പട്ടം പറപ്പിക്കുകയുള്ളൂ. ഇങ്ങനത്തെ ഒരു രീതി ശരിയാക്കിയിട്ട് പല സ്ഥലത്തെ വിതരണം ചെയ്യും. അങ്ങനെ ഒരു ബോധവൽക്കരണം ചെയ്യും. ടൂറിസം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്ക് കുറെ നമുക്ക് സഹായിക്കും. പത്രക്കാരും സഹായിക്കും. പല പല ന്യൂസ് ഇതിലെ കൊണ്ടുവന്ന് ഈ മനുഷ്യർക്കും പക്ഷിക്കും ഹാനികരമായത് നൂല് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് അവയർനെസ് ചെയ്യാൻ വേണ്ടി കുറെ സ്ഥലത്തെ അവയർനെസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ ശ്രമിക്കും. അപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമം ചെയ്യുന്നുണ്ട്. ചില പക്ഷികളുടെ ചെറുകൊക്കെ ഒടിഞ്ഞു പോയാൽ വെറ്ററിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ഡോക്ടർമാർ അതിനെ ശുശ്രൂഷ ശരിക്ക് നൽകാറുണ്ട്. ചിലവരുടെ കാലിന് മുറിവ് പറ്റും. അപ്പോൾ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് വെറ്ററിനറി ഹോസ്പിറ്റൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ 1 or 2 ദിവസം ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കൂട്ടിൽ വെക്കും. എന്നിട്ട് ഓക്കെ അതിന് ശേഷം അതിനെ പറത്തി വിടും. ആ പക്ഷീനെ കിട്ടിയ സ്ഥലത്തെ തന്നെ പറത്തി വിടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോഴേ അവർക്ക് അവരുടെ ആവാസത്തിൽ അവർക്ക് പറക്കാൻ പറ്റും. ഈ മനുഷ്യന്റെ ഒരു വർഷങ്ങളായി ദോസ്താണ് നായ്ക്കൾ. ഈ സെക്കൻഡ് നമുക്ക് ഇതില് ഉള്ളത് ഈ നായ്ക്കള് മനുഷ്യന്റെ ദോസ്താണ്. അതില് ഈ നമ്മുടെ വീട്ടിലെ കൊണ്ടുവന്ന നായ്ക്കൾ നമ്മളെ വീടിനെ സംരക്ഷിക്കും. നമ്മളെ സ്വത്തും പണവും വീടും എല്ലാം സംരക്ഷിക്കും. പക്ഷെ അതിന് ശേഷം ഒരു പ്രായമാകുമ്പോൾ മനുഷ്യൻ ഈ നായ്ക്കൾക്ക് ദൂരെ കൊണ്ടുപോയി വിട്ടുകൊടുക്കണം. വലിയ ഒരു അറിയാതെ മനുഷ്യൻ ചെയ്തു പോണ ഒരു തെറ്റാണ്. ഈ നായ്ക്കൾക്ക് ഈ സുഗന്ധം കൊണ്ടും ഭക്ഷണം അന്വേഷിക്കാൻ ഉള്ള ഒരു ശക്തി ഉണ്ടാവില്ല. കാരണം ഈ കുഞ്ഞേക്കാൾ മുതൽ അവർക്ക് സമയത്തേക്ക് പ്ലേറ്റിലെ ഭക്ഷണം സമയത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ട് അവർക്ക് അന്വേഷിച്ച് പോകാനുള്ള ശേഷം വളരെ കുറവായിരിക്കും. അതിന് ശേഷം ഇവർക്ക് ഈ 5-6 ദിവസം പട്ടിണി ഇട്ടിട്ട് പിന്നെ കാണുന്നവർക്ക് അവർ മറ്റക്കടിക്കും. അപ്പോൾ നായ്ക്കള് മനുഷ്യനെ ദ്രോഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ വരും. ഈ ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒരു നല്ല ഒരു റൂൾ ഉണ്ടാക്കിയിട്ട് ആരുടെ വീട്ടിലേക്ക് നായ്ക്കളുണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് ശേഷം നായ്ക്കള് അവരുടെ ജീവിതം അവസാനിക്കുമ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അല്ലാതെ ദൂരെ കൊണ്ട് വിടരുത്. കാരണം നായ്ക്കൾ ഇത് 3-4 ദിവസം പട്ടിണി ഇരുന്നിട്ട് പിന്നെ കാണുന്നവർക്ക് കടിക്കുമ്പോൾ നായ്ക്കൾ മനുഷ്യനെ ദ്രോഹിക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കില് കുറ്റക്കാരൻ അറിയാതെ തന്നെ മനുഷ്യനായി പോണാണ്. അപ്പൊ നമ്മളെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനായിട്ടുള്ള ഒരു രീതിയിൽ നല്ല രീതിയിൽ ജീവിച്ചു പോണം. അതിനൊപ്പം ഇപ്പൊ ഈ ഹോമിയോന്റെ മെഡിസിനും ഈ ആനിമൽസ്ക്ക് വേണ്ടി വളരെ ഉപകാരപ്രദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സന്തോഷ വാർത്ത ഉണ്ട്. അപ്പോൾ ഈ നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും എവിടെയെങ്കിലും ആരെങ്കിലും പട്ടം പറപ്പിക്കണമെങ്കിൽ അതിനെ നൂല് പരിശോധിച്ചിട്ട് ഇതിനെ ബോധവൽക്കരണം ചെയ്തിട്ട് അവർ കോട്ടനാണെങ്കിൽ അവരെ അഭിനന്ദിക്കണം. പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിന് പിന്മാറാൻ വേണ്ടി ഉള്ള ഒരു ബോധവൽക്കരണം ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ സാർ. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ഇത് ഞാൻ വലിയ പ്രാസിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഈ മീറ്റ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഞാൻ അറിയിക്കുന്നു. വളരെ നന്ദി സാർ. നമ്മൾ പറയുമല്ലോ, നാം അളന്നു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അളന്ന് കിട്ടും. അതാണ് നമ്മളെല്ലാവരും ഓർക്കേണ്ടത്. എന്തുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് ഒരു പറഞ്ഞ എന്തൊരു മഹാനുഭാവരും എന്ന് തന്നെ പറയേണ്ടി വരും.
അങ്ങേ ഈ വേദിയിലേക്ക് കൊണ്ട് സലിംകുമാർ ഡോക്ടറെ കൂടെ പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട അതെ. നമുക്കിനി ആശംസ പ്രസംഗത്തിനായിട്ട് ഹരികുമാർ ഡോക്ടറേക്ക് പോകാം. ഹരികുമാർ ഡോക്ടറെ 5 മിനിറ്റ്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ തിരക്കാണെന്ന് തോന്നുന്നു. ശരി ഡോക്ടർ. ശരി, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ആശംസാ പ്രസംഗത്തിനായിട്ട് ക്ഷണം ക്ഷണിക്കുകയാണ്. ഓക്കെ. ഉദ്ഘാടനം കഴിഞ്ഞല്ലോ അല്ലേ? അതെ സാർ. IFPHന്റെ പ്രവർത്തകരെ, ഇതിന്റെ മോഡറേറ്ററായ ഡോക്ടർ മനോജ്, ഇപ്പം ഇത് ഉദ്ഘാടനം ചെയ്ത മുകേഷ് ജെയിൻ, മറ്റു ഓരോ അംഗങ്ങളുടെയും പ്രത്യേകമായി ഞാൻ ഓർത്തുകൊണ്ട് എന്റെ ആശംസ പ്രസംഗം എങ്ങനെയാണെന്ന്, ആർക്കാണ് ആശംസ പറയേണ്ടതെന്ന്, പക്ഷി മൃഗാദികൾക്കാണോ അതോ ഡോക്ടർമാർക്കാണോ എന്നുള്ളതാണ് എനിക്കൊരു സംശയം. എന്തായാലും വളരെ നല്ല ഒരു സംരംഭമാണ്. കാരണം ഞാൻ വളരെ റീസെന്റ് ആയിട്ടാണ് ഇതിൽ കയറിയത്. അപ്പോൾ വിവിധ തരത്തിലുള്ള വിവിധ രംഗങ്ങളിലും IFPH എൻട്രി ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്. എന്തായാലും ഈ ദിവസത്തെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ഫംഗ്ഷൻ ആക്ച്വലി എന്താ പറയാ, ഈ ഹോമിയോപ്പതി ഇത്രയും നാള് 2 തരം ഒരു വ്യാഖ്യാനമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് പറഞ്ഞു. ആദ്യം നമുക്കെതിരായിട്ട് പറയുന്നതെല്ലാം ഇത് സ്റ്റിറോയിഡ് ആണ്. ഇപ്പൊ അങ്ങനെ ഒരു വാദം കേൾക്കാറില്ല. സ്റ്റിറോയിഡ് ആണെന്നുള്ളൊരു വാദം കേൾക്കാറില്ല. ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർനാഷണൽ സെമിനാറിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർണാടകത്തിൽ, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, ബാംഗ്ലൂരിനടുത്താണ്, ഒരു സെമിനാറിൽ പങ്കെടുത്തു. ഏതാണ്ട് 400ഓളം ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു 72 രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ആയിരുന്നു. ഒരു നെഫ്രോളജിസ്റ്റ്, എല്ലാ സിസ്റ്റത്തിലെയും ഡോക്ടേഴ്സ് ഉണ്ട്. അതിലൊരു നെഫ്രോളജിസ്റ്റ് പുള്ളിയുടെ ടോക്കില് പുള്ളി പറഞ്ഞു, എനിക്ക് ധാരാളം കേസുകൾ ഹോമിയോ ഡോക്ടർമാർ ചികിത്സിച്ച് കിഡ്നി ഫെയിലിയർ ആയിട്ട് കിട്ടാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് അതിന്റെ വിശദങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ ആ സെമിനാർ ഡെലിഗേറ്റ് ആയിട്ടാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് അതിൽ എഴുതി കൊടുത്തു, ഞാനൊരു മൾട്ടിപ്പിൾ സിസ്റ്റം ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഇൻസ്റ്റിറ്റ്യൂഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് ലെറ്റ് മീ പ്ലീസ് ഗീവ് 2 minutes ടു ടോക്ക് ഓവർ ദിസ് സബ്ജക്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് മോഡറേറ്റർ എനിക്ക് എൻ്റെ ഇത് കണ്ടിട്ട് പുള്ളി 2 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് ആക്കി തന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങി ഇങ്ങനെയാണ്, ഇത്രയും നാളായിട്ട് എന്താണ് ഹോമിയോ മെഡിസിന്റെ ഫാർമോക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഇത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഡോക്ടർ, എനിക്ക് മുമ്പ് സംസാരിച്ച നെഫ്രോളജിസ്റ്റ്, എന്തായാലും അദ്ദേഹം കണ്ടുപിടിച്ചു ഹോമിയോപ്പതി മെഡിസിൻ എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് ആണ്, അതായത് ഇങ്ങനെയാണ് കോംപ്ലിക്കേഷൻസും ആക്ഷനും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന 400 വിവിധ ശാസ്ത്രങ്ങളിലെ വിവിധ രാജ്യങ്ങളിലെ ഡോക്ടർമാരുണ്ട്, നമുക്ക് അദ്ദേഹത്തിന്റെ പേര് നോബൽ പ്രൈസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം എന്നാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്. അതായിരുന്നു ആദ്യകാലത്ത് ഹോമിയോപ്പതിയെ കുറിച്ച് സ്റ്റിറോയിഡ്. ഇപ്പൊ അത് മാറി, ഇപ്പം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് ഫെയ്ത്ത് ഹീലിംഗ് ആണ്, അല്ലെങ്കിൽ പ്ലാസിബോ ഹീലിംഗ് ആണ്. ഇന്നത്തെ ടോപ്പിക് അനുസരിച്ച് ഈ ഫെയ്ത്ത് ഹീലിംഗ്, പ്ലാസിബോ ഹീലിംഗ് എന്നുള്ളതിന്റെ അതിനെ ഖണ്ഡിക്കുന്ന ഒരു സംരംഭമാണ് ഈ ആഗ്രോ ഹോമിയോപ്പതിയും അതുപോലെ തന്നെ വെറ്റിനറി ഹോമിയോപ്പതിയും. അതുകൊണ്ട് ഈ വെറ്റിനറി ഹോമിയോപ്പതി ഒരിക്കലും മൃഗങ്ങളും അല്ലെങ്കിൽ ചെടികളും ഫെയ്ത്ത് കൊണ്ടല്ലല്ലോ ഹീൽ ചെയ്യുന്നത്. മനുഷ്യരുടെ ഈ ഡോക്ടറിലുള്ള ഫെയ്ത്ത് അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലുള്ള ഫെയ്ത്ത് ഒന്നും അതിന് ആപ്ലിക്കബിൾ അല്ലല്ലോ. അത് കണ്ണിക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരം ഈ സെമിനാറാണ്. ഈ സെമിനാർ കൊണ്ട് നമുക്ക് ഇതിൽ വരുന്ന, എനിക്ക് ശേഷം സംസാരിക്കുന്ന, സബ്ജക്റ്റ് അവതരിപ്പിക്കുന്ന ഡോക്ടർ അത് വിശദമായി പറയുമായിരിക്കും. എന്തായാലും അത് വളരെ ഒരു നല്ല സംരംഭമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ രണ്ടും നമുക്ക് കണ്ണിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും. ഇനി ഞാൻ പറയുന്ന, ഞാനൊരു 10-20 വർഷം മുമ്പ് തന്നെ ഇത് മനസ്സിലാക്കിയിരുന്നു. 2 ഇൻസിഡൻസ് മാത്രം ഞാൻ വളരെ ഷോർട്ടായിട്ട് അങ്ങ് പറയാം, ആശംസയാണെങ്കിൽ പോലും. എനിക്കൊരു ഡോബർമാൻ പട്ടി ഉണ്ടായിരുന്നു. ഡോബർമാൻ എന്ന് പറയുന്നത് ഈ വാലുമുറിച്ച കറുത്ത കളറിലുള്ള പട്ടി. അവൻ വളരെ ട്രെയിൻഡ് ആണ്, പോലീസുകാർ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള പട്ടിയായിരുന്നു.
എനിക്ക് വളരെ പട്ടിയോട് വളരെ സ്നേഹമുള്ള, ഞാൻ വളർത്തുന്ന കൂട്ടത്തില്. ഇതൊരു 15-20 വർഷം മുമ്പാണ്. അപ്പോൾ അവന് സാധാരണഗതിയിൽ ഈ ഡോബർമാൻ 13 വർഷം ഒക്കെ വളരുള്ളൂ, ജീവിച്ചിരിക്കത്തുള്ളൂ, 12 അല്ലെങ്കിൽ 13. ഇവൻ ഏതാണ്ട് 13.5 വർഷമായപ്പം ഇവന്റെ കാലിന്റെ 3 പീസാണ്, കൈയുടെ 3 പീസ്, ഏറ്റവും താഴത്തെ ഭാഗം പാരാലിസ് ആയിപ്പോയി 13.5 വയസ്സായപ്പോ. അപ്പോൾ ഞാൻ ഡോക്ടേഴ്സ്, എൻ്റെ പിന്നെ പേഷ്യൻസ് ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട് വെറ്റിനറി. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ വന്ന് നോക്കി. അവസാനം ഞാൻ PMGയിലൂടെയുള്ള മെയിൻ ഹോസ്പിറ്റലിൽ പോയി. അവർ പറഞ്ഞു പാരാലിസിസ് ആണ്, കുറെ ഇഞ്ചെക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, ആരെങ്കിലും നിങ്ങൾ അയച്ചു തന്നാൽ ഞാൻ അത് എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്തോളാം. അങ്ങനെ വീട്ടിൽ വന്നിട്ട് 30 ഡേയ്സ് ഇഞ്ചെക്ഷൻസ് കൊടുത്തു. 30 ഡേയ്സ് ഇവന്, പക്ഷെ ഒന്നും ആയില്ല. അപ്പോഴേ ഞാൻ നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു ഡോക്ടറുണ്ട്, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, പോലീസിന്റെ പട്ടിയുടെയും മറ്റേ കുതിരയുടെയൊക്കെ. അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ 13.5 വയസ്സൊക്കെ ആയില്ലേ, ഇനി അത് ശരിയാവില്ല, അതുകൊണ്ട് വെറുതെ ഇഞ്ചക്ഷൻ ഒന്നും കൊടുക്കണ്ടെന്ന് വെച്ചു. അങ്ങനെ നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൊടുക്കുന്നില്ലല്ലോ, എന്നാൽ ഇച്ചിരി ഹോമിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 1.5 മാസം ഹോമിയോ കൊടുത്തു. ഇവൻ സുന്ദരമായിട്ട് ഓടി നടക്കുമായിരുന്നു. ഇവർ സുന്ദരമായിട്ടെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സുന്ദരമായിട്ട് നേടുക്കും. അവനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് ഒരു മിനിറ്റ്. एडमिट असेल ना दाबा तुम्हारे पास बराबर ले तो കാണാവോ? കാണാവോ? കാണാം. ഇവനാണ് അവൻ. ഏതാണ്ട് 1.5 മാസത്തോളം പാരാലിസിസ് ആയി കിടന്നവൻ കുട്ടപ്പനായിട്ട് എണീറ്റ് നടക്കുന്ന, കൂടി കിടക്കുന്നവൻ അവനാണ്. ഇതാണ് അവൻ. ഓക്കെ, അതൊരു ഹിസ്റ്ററി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്കൊരു ഫാം ഹൗസ് ഉണ്ട്. അപ്പോൾ ഫാം ഹൗസിൽ ഞാൻ വെറുതെ വിൽക്കാനോ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഒത്തിരി ഫിഷ്, ഒരു കുളത്തിൽ ഫിഷ് വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെ പിടിക്കുമ്പം പിറ്റേ ദിവസം ഏതാണ്ട് 50-60 മീനുകൾ ചത്തിങ്ങനെ പൊങ്ങും. കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? 10-60 ഫിഷ് കുട്ടികളെ പിടിച്ചിട്ട് അങ്ങ് തിരിച്ചുവിടുമ്പോഴത്തേക്ക് ഒരു 10-60 കുട്ടികൾ മരിച്ചു പോകും. അപ്പോൾ പിറ്റേന്ന് അത് പൊങ്ങി വരും. അതൊരു വലിയ നഷ്ടമായിട്ട് തോന്നി. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വെറുതെ ഒരു ഇൻട്രസ്റ്റോട് ഉള്ള അടുത്തവണ പിടിച്ചപ്പോൾ ഞാൻ എന്താണെന്ന് അറിഞ്ഞോ, ഒരു ബക്കറ്റിന്റെ അകത്ത് ഈ കുഞ്ഞുങ്ങളെ സ്ട്രോൺഷ്യ 30 മെഡിസിൻ ഒഴിച്ച് ഒരു ബക്കറ്റിൽ കുറെ അധികം ഒഴിച്ചിട്ട് കലക്കി വെച്ച, അതിനകത്തോട്ട് ഈ മീനിനെ ഇട്ട് പിടിച്ചു കഴിഞ്ഞിട്ട്, എന്നിട്ട് എടുത്ത് പിന്നെ കുളത്തിലിട്ട്. നേരത്തെ പല പ്രാവശ്യം പിടിച്ചപ്പോഴും 50-70 മത്സ്യം മരിച്ചു പൊങ്ങുന്ന പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 10-ആയിട്ടും 12-ആയിട്ടും കുറഞ്ഞു. കഴിഞ്ഞ 3-4 പിടുത്തത്തിൽ 10-12 എത്തിയിട്ടുള്ളൂ. അതിന് ഞാൻ അടുത്തൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് കാർബോ വെജ് എങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ എന്ന് നോക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ 2 എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട്. അതുകൊണ്ട് പക്ഷേ ഈ റിസർച്ച് എന്ന് പറയുന്നത് എന്നെ പോലെയെന്ന് ഞാൻ പറയുന്നില്ല, പ്രാക്ടീഷണേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവിടെ നമ്മളെ സെമിനാറിൽ 28-ാം തീയതി ഞാൻ കേട്ടു, ഗവൺമെന്റ് പൈസ തരുന്നില്ല, അത് തരുന്നില്ല. അത് ശരിയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് സെക്ടറിൽ വേണം അല്ലെങ്കിൽ അതുപോലുള്ള പബ്ലിക് സെക്ടറിൽ വേണം ഈ റിസർച്ച് ഒക്കെ പോകാൻ. അല്ലാതെ നമ്മളെപ്പോലുള്ള പ്രാക്ടീഷണേഴ്സിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു എന്ന് പറയുകയല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുന്നു. ഇപ്പൊ നേരത്തെ ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ മുകേഷ് ജെയിൻ, അദ്ദേഹത്തിന് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്ന അവരുടെ പേര് പിന്നെ നൊബേൽ പ്രൈസിന് വരെ റെക്കമെൻഡ് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജെയിൻ ഗുണ്ടാൾ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി സ്നേഹി അല്ലെങ്കിൽ മൃഗസ്നേഹി മരിച്ചുപോയി. ഇന്നലെയാണത്. ചിമ്പൻസികളെ കുറിച്ച്, അതായത് അവര് പ്രമോറോളജിസ്റ്റും അതുപോലെ തന്നെ എത്തോളജിസ്റ്റും എന്ന് പറയും. അതായത് ഈ മനുഷ്യൻ സ്നേഹിക്കുന്ന ഈ മൃഗങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ ഇന്നലെയാണ് മരിച്ചു പോയത്.
അതൊരു സംഭവമാണ് ഇത് നമ്മളുടെ ഇതുമായിട്ട് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കണം. നമ്മൾ ഇനിയും ഈ ഫീൽഡിലോട്ട് കൂടുതൽ പോകണം. എനിക്ക് തോന്നുന്നു ഒത്തിരി എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി വെറ്റിനറി ഡോക്ടേഴ്സ് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ തരുണത്തിൽ ഞാൻ ഒരാളെ കൂടി സ്മരിക്കുന്നു, നമ്മൾ അബ്ദുൽ ലത്തീഫ് സാറിന്. സാറാണ് ആഗ്രോ മെഡിസിന്റെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ, എനിക്കറിയില്ല ഇന്ത്യയിലെ തന്നെയാണോ എന്നറിയില്ല, അതോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഡോക്ടർ അബ്ദുൽ ലത്തീഫ് സാറിനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. എന്നെ ഇതിൽ പങ്കെടുപ്പിച്ച പിന്നെ ഡോക്ടർ മനോജിനും അതുപോലെ ഡോക്ടർ ഷെഫീഖ്, അതുപോലെ തന്നെ ഡോക്ടർ ശൈലജ, ധനുഷ്, മറിയാമ്മ, എല്ലാവർക്കും ഓരോ അതുപോലെ തന്നെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ജയചന്ദ്രൻ ഡോക്ടർ. പക്ഷെ എനിക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജയചന്ദ്രൻ ഡോക്ടറിനും ഇനി ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ സഹകരിപ്പിക്കാമെങ്കിൽ ഞാൻ ക്ലാസ് ഒക്കെ എടുക്കാനും തയ്യാറാണെന്ന് അറിയിക്കുന്നു. സാറിന്റെ സമയം പറഞ്ഞാൽ നമ്മൾ റെഡിയാണ്. ഓക്കെ, വളരെ നന്ദി സാറേ, വളരെ നന്ദി. നന്ദി, നമസ്കാരം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. മുസ്തഫ സാറേ, പ്രഭാഷണത്തിനായിട്ട് മുസ്തഫ സാർ ക്ഷണിക്കുന്നു. ഓക്കെ സാർ, അൺമ്യൂട്ട് ചെയ്യണം സാറേ, അൺമ്യൂട്ട് ചെയ്യ്. നമസ്കാരം IFPSലെ സാരഥികളെ, ഈ ചടങ്ങില് സംബന്ധിക്കുന്ന IFPSന്റെ എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ ഹോമിയോ സ്നേഹികളും എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം നമ്മളിപ്പോ ഏകാരോഗ്യം എന്ന ഒരു ഏകാരോഗ്യം എന്നൊരു കൺസെപ്റ്റ് ആണുള്ളത്. അതായത് മനുഷ്യൻ മാത്രമല്ല, അതിന്റെ എൻവയൺമെന്റിലുള്ള, അതിന്റെ പരിസ്ഥിതിയിലുള്ള എല്ലാ ജീവവർഗങ്ങളെയും ഒരുപോലെ കാണുക എന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിൽ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ശാസ്ത്ര മേഖലകളും ഒന്നിച്ചു നിന്ന് ഇതിന്റെയൊക്കെ വെൽബീങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കൺസെപ്റ്റാണ് നിലവില് ഐക്യരാഷ്ട്രസഭയും മറ്റ് ലോക എൻജിഒകളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റില് ഏറ്റവും ഫലപ്രദമായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഹോമിയോപ്പതി എന്നുള്ളത്. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള ഏത് തരം ജീവികളെയും വളരെ വളരെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ അതിന്റെ രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന, അതിന്റെ അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള അതിന്റെ ബിഹേവിയറൽ പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈൻ സെറ്റ് ഓഫ് നോളജ് ആണ് ഹോമിയോപ്പതി എന്നുള്ളത്. നമ്മള് അതുപോലെ തന്നെ നമ്മള് ഇതിന്റെ വെറ്റിനറി മേഖല വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. മുമ്പ് ഉള്ള അവസ്ഥയിൽ നിന്നുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ തരം ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും പുതിയ അനസ്തേഷ്യ പ്രോട്ടോകോളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഗ്രാമീണ തലത്തിൽ അല്ലെങ്കിൽ ഒരു ഭക്ഷ്യയോഗ്യമായ ജീവികളെ വളർത്തുന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇതിന്റെയൊക്കെ ഉപയോഗം വളരെയധികം കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയിലൊക്കെ തന്നെ നമുക്ക് ആനിമൽസിനെ വളരെ നന്നായ തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഹോമിയോപ്പതി എന്നുള്ളത്. നമുക്കത് ജീവികൾക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ വളരെ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്തൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ അത് ഈ പശുവിനെയും ആട്, എരുമ, കോഴി എന്ന് നമ്മള് ഭക്ഷ്യയോഗ്യമാക്കി വളർത്തുന്ന മൃഗങ്ങളിൽ നിന്ന് നമ്മളത് ആന്റിബയോട്ടിക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മളെ കൃത്യമായ അതിന്റെ വിഡ്രോവൽ പീരീഡ് ഒന്നും പാലിക്കാതെ വളർത്തുകയാണ്. അതിന്റെ എൻ പ്രോഡക്റ്റുകളായ പാല്, മുട്ട, മാംസം എന്നിവ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ആന്റിബയോട്ടിക് റെസിഡ്യൂസ് അതിന്റെ എൻ പ്രോഡക്ട്സിൽ, അതായത് പാല്, മുട്ട ഇതുപോലെയുള്ള അതിന്റെ ബൈ പ്രോഡക്ട്സുകളിലൊക്കെ വരികയും അത് പൊതുജനാരോഗ്യത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അത് ഇപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു അകിടി വീക്കം ചികിത്സിക്കുന്നു.
അപ്പോ ഒരു 3-4 ദിവസത്തെ ഇഞ്ചക്ഷനിൽ അതിന്റെ ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ക്യൂർ കാണുന്നു. പക്ഷേ അവസാന ദിവസം ചെയ്ത ഇഞ്ചക്ഷന്റെ ആ വിഡ്രോവൽ പീരീഡ് അത് ചിലപ്പോൾ 7 days ആവാം, 48 hours ആവാം, 72 hours ആവാം. ആ സമയം കഴിഞ്ഞാൽ മാത്രമേ ശരിയായ തരത്തിൽ അത് ഹ്യൂമൻ കൺസപ്ഷനിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ രാജ്യത്ത് അതൊന്നും ആ നിയമങ്ങളൊന്നും നല്ല നിലയിൽ പാലിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഈ ആന്റിബയോട്ടിക് ഉപയോഗിച്ച് അല്ലെങ്കിൽ അനാൽജസിക്സ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയിൽ നിന്നുണ്ടാവുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഈ മിൽക്ക് റെസിഡ്യൂസുമായിട്ട് പിന്നെ ഹ്യൂമൻ കൺസപ്ഷനിലേക്ക് പോകുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത്. അത് നമ്മളത് ഹോമിയോപ്പതി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് അത് വളരെ നല്ല എന്നാണോ ആ രോഗം സുഖപ്പെടുന്നത് അന്ന് തന്നെ അതിന്റെ ഉൽപ്പന്നങ്ങൾ ഒരു ആന്റിബയോട്ടിക് റെസിഡ്യൂവിന്റെ ഭീതിയില്ലാതെ തന്നെ പൊതുജനത്തിന് ഉപയോഗിക്കുന്ന തരത്തില് പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം നിരന്തരം പുതിയ പുതിയ വൈറസ് രോഗങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതിന്റെയൊക്കെ വാക്സിനൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നിരവധി ഡെത്തുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പുതിയ പുതിയ രോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ നിരീക്ഷണത്തിലൂടെ അതിന് യുക്തമായ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഒരു വലിയൊരു മാസ് പോപ്പുലേഷനെ തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സാ ശാഖയാണ് ഹോമിയോപ്പതി എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിത് ഏത് ജീവികൾക്കും കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ നേരത്തെ ആശംസ പറഞ്ഞ ഹരികുമാർ ഡോക്ടർ പറഞ്ഞതുപോലെ ഫിഷസിനായാലും അത് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ ലാർജ് ഫാംസില് നമ്മള് ഈ അടുത്തൊരു ഫാമില് ഒരു 20,000 കോഴികൾ ചത്തുപോയിട്ട് നമ്മള് ഗുണ്ടൽപേട്ടുന്ന ഫാമിൽ പോയിരുന്നു. അപ്പൊ അവിടെ നമ്മള് ഫോഗിങ് മെഷീനില് അവര് ഇതിന് ഉപയോഗിക്കുന്ന ഫോഗിങ് മെഷീനിന്റെ കണ്ടെയ്നറിൽ കുറച്ച് ജസ്റ്റ് ഒരു 5 liters വെള്ളം ഒഴിച്ചു അതിലേക്ക് ഒരു 10 തുള്ളി മരുന്ന് ഒഴിച്ചിട്ടാണ് നമ്മൾ അവിടെ ഡെത്ത് പ്രിവെന്റ് ചെയ്ത് അവർക്ക് ഗുണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ ഹോമിയോപ്പതിയുടെ ആ ഒരു അതിന്റെ മൈന്യൂട്ട് പാർട്ടിക്കിളിന്റെ മൈന്യൂട്ട് എഫിഷ്യൻസിയാണ് അത് കാണിക്കുന്നത്. പക്ഷെ എന്നാലും ഇത് എത്ര നല്ല റിസൾട്ട് ഉണ്ടാക്കിയാലും ഇത് ഇപ്പവും ഇത് അശാസ്ത്രീയമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതൊക്കെ അടുത്ത ഭാവിയിൽ തന്നെ ഇതിന് യുക്തമായ മോഡ് ഓഫ് ആക്ഷൻ കിട്ടുമായിരിക്കും. കാരണം നമുക്കറിയാം നമ്മളെ ഒരു റൂമിന്റെ സൈസിലുണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടർ ചെറുതായി ഇപ്പൊ നമ്മളെ മൊബൈലിൽ ചിപ്പായി മാറിയ ഒരവസ്ഥയുണ്ട്. അതേപോലെ നമ്മള് ഇതുപോലെയുള്ള എനർജി പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നോളജി നിയർ ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇത് തെളിയിക്കാൻ പറ്റും എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. അല്ലാതെ ഇത് ഇത്രയും ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആരോപണം ഇത് പ്ലാസിബോ ആണ്, ജസ്റ്റ് ഒരു മൈൻഡിൽ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് തോന്നുന്നതാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ പട്ടി, പൂച്ച, അതുപോലെ തന്നെ ഇവൻ സ്നൈക്സ്, എല്ലാത്തരം ജീവികൾക്കും നമുക്ക് എക്സലന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാകുമ്പോ അത് എല്ലായ്പ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഇത് മൈൻഡിന് മാത്രം വിഷയമാണ് എന്ന് പറയുന്നതിൽ എത്രത്തോളം സാങ്കത്യം ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും ഒരു വെറ്റനറിയൻ എന്നുള്ള നിലക്ക് നമ്മളെ ആദ്യകാലത്ത് നേരിട്ട പല പ്രശ്നങ്ങളെയും നമുക്ക് റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ വളരെ നല്ല നിലയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്ന ജീവികളായിട്ടുള്ള പശുക്കളെയും ആടുകളെയും അതുപോലെ കോഴി എന്നിവയും അതേപോലെ തന്നെ ഓമന മൃഗങ്ങളായിട്ടുള്ള പലതരം മൃഗങ്ങൾ നമ്മള് കോവിഡിന്റെ കാലഘട്ടത്തില് മനുഷ്യൻ പോറ്റാത്ത ഒരു സാധനവും ഇല്ല എന്ന് പറയാം. ഓന്തുകളെ ഉണ്ടായിരുന്നു, പാമ്പുകൾ ഉണ്ടായിരുന്നു, എന്താ വേണ്ടി ഹാംസ്റ്റേഴ്സ്, ചെറിയ വെള്ള എലികള്, ഇതൊക്കെ
ഒക്കെ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും മരുന്നുകളെ കുറിച്ചൊക്കെ അറിയണം നമുക്കത് ചെയ്യണമെങ്കിൽ. അപ്പം ഇതാവുമ്പോ നമ്മളത് അതിന്റെ കണ്ടീഷൻ മനസ്സിലാക്കുകയും അതിന്റെ നല്ലൊരു ഒബ്സർവേഷനിലൂടെ അതിന്റെ അതിന്റെ ശാരീരികവും മാനസികവുമായുള്ള നിലയെ കുറിച്ച് നമുക്കൊരു ഇൻഡെപ്ത് ഒബ്സർവേഷനിലൂടെ നമുക്ക് കണ്ടെത്തിയാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ രോഗങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മളെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന കുളമ്പ് രോഗം പോലെയുള്ള കാര്യങ്ങൾ. അത് നമുക്ക് ഒരു ജീനസ് എപ്പിഡമിക്സ് പോലെ സിംറ്റംസിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിന് യുക്തമാവുന്ന ഒരു മരുന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ മരുന്ന് ആ പോപ്പുലേഷനിൽ മൊത്തം തന്നെ ഇൻ അഡ്വാൻസ് കൊടുക്കുകയാണെങ്കിൽ, ഇൻ കേസ് അതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡിൽ നിൽക്കുന്ന ഒരു എനിമൽ ആണെങ്കിലും, അതായത് നമുക്കറിയാം ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും ഒരു ബോഡി കയറിയിട്ട് ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പിന്നെ രോഗം കാണിക്കുന്ന ആ പീരീഡിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇൻക്യുബേഷൻ പീരീഡില് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും രോഗാണുക്കളെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ സമയമാണ്. ആ സമയത്ത് പോലും നമുക്ക് ഹോമിയോ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ, ഇൻ കേസ് അത് എക്സിബിറ്റ് ചെയ്താൽ തന്നെ അതിന്റെ ഹെൽത്തിനെ, അതിന്റെ ജീവനെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ ഡിസീസ് പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് ആ പോപ്പുലേഷനെ രക്ഷിക്കാൻ പറ്റുന്ന എത്രയോ ഇൻസിഡൻസുകൾ. ചില സമയങ്ങളിൽ നമ്മളെ പൂച്ചകള് വ്യാപകമായിട്ട് ചത്തുപോകുന്ന ഒരു ഫെലൈൻ പാൻലൂക്കോപീനിയ എന്ന് പറഞ്ഞ ഒരു വൈറൽ ഡിസീസ് ഉണ്ട്. അത് തന്നെ നമ്മൾ 1-2 അനിമൽസിനെ കാണുമ്പോഴത്തേക്ക് ആ പരിസരത്തുള്ള അനിമൽസിന്റെ ഈ പൂച്ചക്കൊക്കെ നമ്മളിത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വളരെ നല്ല നിരക്ക് ഇതിനെ ചെയ്യാൻ പറ്റുന്ന, അല്ലാതെ തരത്തിൽ പൂച്ചക്ക് ഒരു ഗുളികയെ ഒക്കെ കൊടുക്കുക എന്ന് വെച്ചാൽ അത് ഓണർക്കും അത് ചെയ്യുന്ന ഡോക്ടർക്കും ഒക്കെ തന്നെ മാന്തും കടിയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഇതിലാവുമ്പോൾ നമ്മളെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേയറോ അല്ലെങ്കിൽ ഒരു സിറിഞ്ചോ വെച്ചിട്ട് ആ പൂച്ചേന്റെ ബോഡിയിൽ എവിടെയെങ്കിലും, വായി തന്നെ കൊള്ളണമെന്നില്ല, അതിന്റെ ബോഡിയിൽ എവിടെയെങ്കിലും ഒന്ന് നനയുമ്പം പൂച്ച അത് സക്ക് ചെയ്യും, അത് അവിടെ നക്കുന്ന ഒരു സ്വഭാവം പൂച്ചക്കുണ്ട്. അപ്പൊ തന്നെ ആ ഡിസീസസ് എത്രയോ പൂച്ചകളെ നമുക്ക് മാസ് ഡെത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ അതുപോലെ തന്നെയാണ് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിലും നമുക്ക് മാസീവായിട്ട് വരുന്ന ഡെത്തുകളെ പ്രിവെന്റ് ചെയ്യാനും, അത് ആന്റിബയോട്ടിക്കും മറ്റു ഈ റെസിഡ്യൂവിൽ ഇല്ലാത്ത ഈ ഹോമിയോപ്പതിയിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം ഹ്യൂമൻ പോപ്പുലേഷന്റെ ഹെൽത്തിനെ വളരെയധികം സഹായിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മള് കുറച്ചു കാലങ്ങളായിട്ട് ഇതിന്റെയൊക്കെ നേട്ടങ്ങൾ മനസ്സിലാക്കിയത് തന്നെ ഇപ്പൊ നമ്മള് ഒരു 90%-ലധികവും കേസുകൾ ഇതിനെ കൊണ്ടാണ് ചെയ്യുന്നത്. ഈവൻ സർജറി ചെയ്യേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വരികയാണെങ്കിൽ നമ്മൾ സർജറിയിലെ അനസ്തേഷ്യ പ്രോട്ടോകോൾ മാത്രമാണ് അലോപ്പതി ഡ്രഗ് കൊണ്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരൊറ്റ മരുന്നും ഒരു ടെറ്റനസ് ടോക്സോഡ് പോലും നമ്മൾ കൊടുക്കേണ്ടി വരാറില്ല. അതൊക്കെ നമ്മൾ ഹോമിയോ മാനേജ്മെന്റിലൂടെ വളരെ സുന്ദരമായിട്ട് ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് ഇത് തന്നെ വർഗങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹമായിട്ട് ദൈവികമായ ഒരു സിസ്റ്റമാണ് മാസ്റ്റർ അനിമാനിലൂടെ ലോകത്തിന് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അത് പറയുന്നത് പോലെ ഈസിയൊന്നുമല്ല ഈ ചികിത്സാ രീതി. നമുക്ക് തോന്നും, ചിലരൊക്കെ പറയും പെട്ടെന്ന് ചെയ്യാം, അങ്ങനെ ചെയ്യാം, അതൊന്നൊക്കെ വെറുതെയാണ്. കാരണം നല്ലൊരു നോളജ് ബേസിക് വെറ്റിനറി ഇതിലും, അതായത് അതിന്റെ അനാട്ടമിയിലും അതിന്റെ ഫിസിയോളജിയിലും പാത്തോളജിയിലും ഡിസീസ് ഡയഗ്നോസിസിലും ഒക്കെ ഡീപ്പായിട്ട് അറിയുന്നവർക്കും, അതേപോലെ തന്നെ അതിന്റെ ഹോമിയോ കൗണ്ടർ പാർട്ടായിട്ടുള്ള ഹോമിയോ ഫിലോസഫി, ഹോമിയോ മെറ്റീരിയ മെഡിക്ക, ഹോമിയോ ഫാർമസി, റിപ്പട്രൈസേഷനെ കുറിച്ച് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു ആൾക്ക് മാത്രമാണ് ഇത് വളരെ നല്ല നിലയ്ക്ക് നമുക്ക് പറഞ്ഞുകൊണ്ട് ഇത്ര സമയം കൊണ്ട് ഈ രോഗം മാറും എന്ന് ധൈര്യപൂർവ്വം പറയണമെങ്കിൽ ഈ 2 മേഖലയിലും ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ളവർക്ക്, അതുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് അതിന്റെ പിന്നാലെ ഒബ്സർവ് ചെയ്ത് അതിന്റെ മാറി വരുന്ന, ഇപ്പൊ നമ്മളെ ഈ അടുത്ത് ചർമ്മമുഴയുടെ കഴിഞ്ഞ വർഷം ഇറക്കിയ ഒരു ഫോർമുല,
ഒരു കോമ്പിനേഷൻ ഓഫ് ഡ്രഗ് ഈ പ്രാവശ്യത്തെ ചർമ്മമുഴ ഈ പ്രാവശ്യം വന്ന എപ്പിസോഡിലെ ചർമ്മമുഴക്ക് വലിക്കുന്നില്ല എന്നാണ് ഗുജറാത്തിൽ നിന്നുള്ള ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മീറ്റിംഗിൽ പറഞ്ഞത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത്. അത് അതിന്റെ ഡ്യൂട്ടിയാണ്, ഷോർട്ട് കമ്മിങ് ആണ് ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്ന സംഭവം. നമുക്ക് ഓരോരോ അനിമൽസിന്റെയും ഇൻഡിവിജ്വൽ പെക്യൂരിയാലിറ്റീസ് ഇത് കണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും. എന്നാലും ഒരു എപ്പിഡമിക് വരുമ്പോൾ അതിന്റെ മേജർ സിംറ്റംസ് നമ്മളൊരു ജീനസ് എപ്പിഡമിസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡി കണ്ടുപിടിക്കുകയും അത് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു നല്ല 70-90% റിസൾട്ട് അതിലൂടെ വരും. പിന്നെയും കിട്ടാത്തതിന് ഇൻഡിവിജ്വലൈസ്ഡ് ഒബ്സർവ് ചെയ്ത് അതിനൊരു മെഡിസിൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മളെ അനുഭവം. ഇനിയും കൂടുതൽ എന്തെങ്കിലും ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ അതുപോലെ ഇതിന്റെ അനുഭവമുള്ള കർഷകർ വന്നിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കാം. ഒരാള് ജോയിൻ ചെയ്തിട്ടുണ്ട് സാർ, റെഡ്മി. ഹലോ സർ. സംസാരിക്കാം. ഹലോ സർ. ഞാൻ പറയൂ. എൻ്റെ പേര് പവിത്രൻ. പവിത്രൻ. ഞാൻ പയ്യോളിന്ന് വിളിക്കുന്നു. ഹായ് പറയൂ. ഹായ് മുസ്തഫ ഡോക്ടറെ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, ആ പറഞ്ഞോളൂ. ആ ആ എനിക്ക് ഹോമിയോ മെഡിസിന്റെ അതിന്റെ ഒരു ഫലപ്രദമായ ഒരു ഉപയോഗം ഉണ്ടായി. കാരണം കുറച്ച് ദിവസം, ഒരു മാസം മുമ്പ് പിന്നെ എൻ്റെ വീട്ടില് കോഴിക്ക് ഒരു അസുഖാവസ്ഥ ഉണ്ടായിരുന്നു. അത് ഒരു കോഴിയുടെ 2 കണ്ണുകളും അടഞ്ഞുപോയി. അങ്ങനെ ആ കോഴി 2-3 ദിവസം കണ്ണ് കാണാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. വല്ലാത്തൊരു ഒരവസ്ഥയായിരുന്നു അത്. അപ്പൊ ഞാന് പല മെഡിക്കൽ ഷോപ്പുകളൊക്കെ മെഡിസിൻ അന്വേഷിച്ച് പോയിരുന്നു, ഇംഗ്ലീഷ് മെഡിസിന്. അപ്പൊ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ മുസ്തഫ ഡോക്ടറെ സമീപിച്ചത്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ആ കോഴികളുടെ ആ ഒരു അവസ്ഥ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനത് അയച്ചു കൊടുത്തു. ഹലോ കേൾക്കാം, ഹലോ കേൾക്കാം. അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ ഡോക്ടർക്ക് മനസ്സിലായി എന്താണ് അതിന്റെ അസുഖം എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, വീട്ടിൽ വാ, ഹോമിയോന്റെ മെഡിസിൻ ഉണ്ട്, വളരെ എഫക്റ്റീവ് ആണ്. അങ്ങനെ ഞാൻ വീട്ടിൽ അന്ന് രാത്രി 10 മണിക്ക് ഞാൻ വീട്ടിൽ പോയി ആ മെഡിസിൻ വാങ്ങി. അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ 5 തുള്ളി വീതം രാവിലെയും പിന്നെ വൈകിട്ടും. ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ ഉച്ചയ്ക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കൊടുത്തു. 2 ദിവസം വിത്തിൻ 2 ഡേയ്സ് അതിന്റെ ഒരു ഫലം കണ്ടു. കണ്ണ് ചെറുതായിട്ട് തുറന്നു. പിന്നെ ആ ഡോക്ടർ ഇങ്ങനെ അതിൽ ഒരു ആപ്പിൽ ഫോട്ടോ എടുത്തിട്ട് അതിനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോ ഇങ്ങനെ നല്ല വ്യത്യാസം ഉണ്ടായി. ഒരു 3 4 ദിവസം ഇരിക്കുമ്പോഴേക്കും കംപ്ലീറ്റ് അസുഖം മാറി. അത് വലിയൊരു അതിശയമായിട്ട് തോന്നി എനിക്ക്. ആ മെഡിസിന്റെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ആയിരുന്നു ആ ഹോമിയോ മെഡിസിൻ. അതിന്റെ അനുഭവമാണ്. ഓക്കെ, എന്തായാലും വളരെ നന്ദി പറഞ്ഞ മുസ്തഫ സാറേ. അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? മെഡിസിന്റെ പേര് ഹലോ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. ഇത് ഒരു പൈമിക് കൺജക്റ്റിവൈറ്റിസ് ആണ്. അത് ശരിക്കും വെച്ചോണ്ടിരുന്നാലിന്റെ കണ്ണ് അഴുകി പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മളത് മെയിനായിട്ട് റെസ്റ്റോക്സ് എന്ന് പറഞ്ഞ മരുന്നാണ് ഉപയോഗിച്ചത്. റെസ്റ്റോക്സ്. ആ കോഴിക്ക് ഇപ്പോ ഒരു പ്രശ്നമില്ല. അത് ഇപ്പൊ മുട്ടയിട്ടൊക്കെ തുടങ്ങി, നല്ല ഹെൽത്തിയാണ് ഇപ്പൊ, ഒരു പ്രശ്നമില്ല. താങ്ക് യു ഡോക്ടർ. അതെ, ഇതുപോലെ ആയിരക്കണക്കിന് കേസുകൾ പറയാൻ മുസ്തഫ സാറിനുണ്ടാവും. സാർ ആരാണ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ഒരുപാട് എൻ്റെ അടുത്ത വീട്ടിലുള്ള ഒരു പശുക്കൾക്കും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് വളരെ എഫക്റ്റീവ് ആണ് മെഡിസിൻ. ഒരുപാട് മെഡിസിൻ ഡോക്ടർ കൊടുക്കാറുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ട് ഉള്ള മെഡിസിൻസ് ആണുള്ളത് ഹോമിയോയിൽ. അതെ, ഒരിക്കൽ ഒരു പശുവിന്റെ യൂട്രസ് ടോർഷൻ തിരിഞ്ഞുപോയി. ആ കേസ് സാറ് മെഡിസിൻ റെഡിയാക്കി പശുക്കുട്ടിയെ വലിച്ചെടുത്ത് നമ്മൾ കണ്ട ഓർമ്മയുണ്ട്. അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ലെവലിലാണ് മുസ്തഫ സാറിന്റെ ദൈവാധീനം എന്ന് പറയാൻ നിവർത്തിയില്ല. ഒരു മഹാമനുഷ്യൻ. അതെ, തീർച്ചയായും. അതിന് വേറെ വിനോദൻ അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ.
ശ്രീ വിനോദ് അൺമ്യൂട്ട് ചെയ്യാമോ? പറഞ്ഞോളൂ ശ്രീ വിനോദ്, പറഞ്ഞോളൂ. ഞാൻ പാലേരിയാണ് എൻ്റെ സ്ഥലം. ആ പിന്നെ എൻ്റെ പശുവിന് തൈലേറിയെല്ലാം വന്നിരിക്കുന്നു. ആ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതിപ്പം മുസ്തഫ ഡോക്ടർ തന്നെയാ മാറ്റി തന്ന്. തൈലേറിയ വന്നിട്ട് ആ കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം. അത് അതുകൊണ്ട് ഇപ്പൊ ഇത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതെ. പിന്നെ അതുപോലെ പാലെല്ലാം കുറഞ്ഞ് ഉള്ള അവസ്ഥയല്ലേ ഉള്ളത്. ഇപ്പം പാലിലും ഗുണവ്യത്യാസം ഗുണം കൂടിയിട്ടുണ്ട്. അതുപോലെ നെയ്ക്കും എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട് ഈ മരുന്ന് കൊടുത്തതിന് ശേഷം. അതുകൊണ്ട് ഹോമിയോ നല്ലതാണ്. ഇപ്പം എൻ്റെ കാൽസ്യം ഒന്നും കൊടുക്കുന്നില്ല, ഹോമിയോ തന്നെയേ കൊടുക്കുള്ളൂ. ഹോമിയോ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൂടാ ധാരാളം മനുഷ്യരും മൃഗങ്ങളും സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് ഒരു വലിയൊരു സാമൂഹിക പരിവർത്തനം തന്നെ വരുത്താൻ കഴിയും. സലികുമാർ ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? സലികുമാർ ഡോക്ടറെ. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ വിഷയത്തിൽ മാറി നമ്മള് മുകേഷ് ജെയിൻ സാറ് നമ്മുടെ ഒരു പക്ഷിയുടെ ആളായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ റേഞ്ച് നിസ്സാരമൊന്നുമല്ല. അതായത് സ്കൂൾ കുട്ടികളുടെ ബാഗ് കനം കൂടുന്നതിന്റെ പേരിൽ അദ്ദേഹം കോടതി കയറിയ മനുഷ്യനാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുട്ടികളുടെ ഈ വിഷയമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോ ഞാനിതുപോലൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചു. ആ സമയത്ത് ഞാനും ഒരു കേസുമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചിട്ടുണ്ട്. അതായത് അന്ന് ഇവിടെ എല്ലാ പ്രൈവറ്റ് കമ്പനികളിലെയും ഫോണിൽ 100 എന്ന് വിളിച്ചാൽ പോലീസിനെ കിട്ടും. അതേസമയത്ത് സർക്കാരുമായിട്ട് ഇതായിട്ടുള്ള BSNL 100 എന്ന് വിളിച്ചാൽ പോലീസിനെ കിട്ടില്ല. ആ സമയത്ത് എറണാകുളത്തൊക്കെ ഈ വാതിൽ കുത്തിപ്പൊളിച്ച ആൾക്കാരെ അകത്ത് കയറുന്ന സമയമൊക്കെയാണ്. BSNL ഒഴികെ ആരും 100 വിളിച്ചാലും കിട്ടുമായിരുന്നു. ഞാനിത് മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്തു. BSNL എന്നെ വിളിച്ചു പരാതി പിൻവലിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചില എന്ത് സാങ്കേതിക പ്രശ്നം ഉണ്ടായാലും ഇത് നടത്തിയാൽ ഞാൻ നിന്നു. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ തെളിവെടുപ്പിന് വിളിപ്പിച്ചു. അവിടെ വെച്ചാണ് ഞാൻ ഈ മുകേഷ് സാറിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ 25 വർഷത്തിനൊക്കെ മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടായി. പിന്നെ ഞങ്ങൾ തമ്മിൽ കൊണ്ടുവരുന്നുണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇതുണ്ട്. അദ്ദേഹം വീണ്ടും ആ കോടതി മുമ്പോട്ട് പോയി അവസാനം സ്കൂൾ ബാഗിന്റെ തൂക്കം കുറക്കാൻ കോടതി ഉത്തരവ് വരികയൊക്കെ ചെയ്തു. അങ്ങനെയും കൂടി അദ്ദേഹത്തിന് ഒരു പങ്കുണ്ട്. എനിക്കും പിന്നീട് BSNL നിന്ന് അനുകൂലമായ നടപടി ഉണ്ടായി റിപ്പോർട്ട് വന്നു. അവര് 100 വിളിച്ചാൽ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സലികുമാർ ഡോക്ടർ തികച്ചും വ്യത്യസ്തനാണെന്നും കഴിവുകൾക്ക് ഒരു പരിധിയില്ല എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ നമ്മുടെ 28-ാം തീയതിയുള്ള പ്രോഗ്രാമിൽ മനസ്സിലായതാണ്. എല്ലാവർക്കും വളരെ ഈ പറഞ്ഞ പോലെ പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. മുസ്തഫ സാർ എന്തെങ്കിലും പറയാനുണ്ടോ? മുസ്തഫ സാർ. സമയമുണ്ടെ ഒരു സംശയം ചോദിക്കാം. ചോദിച്ചോളൂ. എനിക്ക് സംശയം ചോദിക്കാനുള്ള മുസ്തഫ ഡോക്ടറെ, ഒരു പശുവിന് ഒരു കാമ്പിൽ നിന്ന് മാത്രമേ പാല് വരുന്നുള്ളൂ, ബാക്കി ഈ കാമ്പുകളിൽ നിന്ന് പാല് വരുന്നില്ല. അതിന് എന്ത് മരുന്ന് കൊടുക്കാം? എന്തായിരിക്കും പ്രശ്നം? അത് പിടിച്ചു നോക്കണം. അതിന്റെ എന്താണ് അവർ പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഗ്രോത്ത് അങ്ങനെയുണ്ടോ? ഒന്നുകിൽ ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ടിഷ്യൂസിന് ഡാമേജ് വന്നിരിക്കാം. പല റീസൺസും ആവാം. അതെന്താണെന്ന് അവരോട് നല്ല പാലുള്ള വീക്കം പോലെ തോന്നുന്നു. പക്ഷെ ഈ ബാക്കി 4 കാമ്പിൽ നിന്നും പാല് വരുന്നില്ല, ഒരു കാമ്പിൽ നിന്നേ പാല് വരുന്നു. അതതിന്റെ ടിപ്പില് ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ അങ്ങ് ഉള്ളില് പിന്നെ ഡീജനറേഷൻ ഉണ്ടായിരിക്കാം. എന്താണ് അതിന്റെ റീസൺ എന്ന് മനസ്സിലാകാതെ നമുക്കൊരു മെഡിസിൻ പറയാൻ പറ്റില്ല. നമ്മളെ ഇത് വെച്ച് നോക്കുമ്പോ ഞാൻ എന്തോ ഒരു സിഗരറ്റിക് ആയാസമാണെന്ന് തോന്നുന്നു. പാല് വരേണ്ടതല്ലേ? അങ്ങനെ വല്ലതും വെച്ച് വല്ലതും കൊടുത്താൽ ശരിയാവോ? അത് അതിന്റെ റീസൺ അറിയാതെ നമുക്ക് അതിലേക്ക് ഒരു ധൈര്യത്തിൽ പറയാൻ പറ്റുന്നില്ല. വെറുതെ അതൊന്നുകൂടെ വിശദമായിട്ട് ചോദിച്ചിട്ട് സാറിനെ വിളിച്ചോളാം. അതിന്റെ ഫോട്ടോ എങ്കിലും നമ്മളൊന്ന് കാണണം. ഫോട്ടോയൊക്കെ എടുത്തിട്ടേ അവരോടൊന്നുകൂടെ സംസാരിച്ചിട്ട് ഞാൻ സാറിനെ വിളിക്കാം. എനിക്ക് മുകേഷ് ജെയിൻ സാറിനോട് ഒരു കാര്യം പറയാനുള്ളത്, സാറ് പക്ഷികളെയൊക്കെ രക്ഷപ്പെടുത്തുമ്പോ ഇപ്പൊ ഇവിടെ കേട്ടല്ലോ, വല്ല മുറിവിനോ മറ്റേ ഉപകാരത്തിനോ ഹോമിയോ മരുന്ന്
സാറിന് ഉപയോഗിച്ച് നോക്കാം. അങ്ങനെ ഒരു അവസരം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും അതുകൂടി സാറൊന്ന് വേണമെങ്കിൽ പരീക്ഷിക്കാം എന്ന് അതൊന്ന് ഹോമിയോ മരുന്ന് കൊടുത്തു നോക്കാം. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങിയാണ്. ഓക്കെ, ശ്രീ പവിത്രൻ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, പറഞ്ഞോളൂ. മുസ്തഫ ഡോക്ടറെ ട്രീറ്റ്മെന്റിന്റെ ഒരുപാട് കുറച്ച് വർഷം മുമ്പാണ്, 98-ലാണെന്ന് തോന്നുന്നു, എന്റെ വീട്ടിലെ ഒരു പശുവിന് മുസ്തഫ ഡോക്ടർക്ക് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. ആ ഒരു പശുവിന് ഇതുണ്ടല്ലോ, ഈ കപ്പയുടെ തൊലി തിന്നിട്ട് വയറ് വീർത്ത് ചാവാനായ പശുവിനെ ഡോക്ടർ ആ സ്പോട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് പശുവിന്റെ വയറ്റിൽ ഒരു ഹോളൊക്കെ ഇട്ട് അതൊക്കെ ഗ്യാസ് ഒക്കെ റിലീസ് ചെയ്തത് ഞാൻ ഇന്ന് ഓർക്കുന്നത്. ഒരുപാട് വർഷം മുമ്പാണ്, അന്ന് ഞാൻ ചെറുതായിരുന്നു. ആ പശുവിനെ അന്ന് രക്ഷിച്ചത് മുസ്തഫ ഡോക്ടറാണ്. എപ്പോഴും എന്റെ വീട്ടിലൊക്കെ പറയും അതിനെ പറ്റിയിട്ട്. സാറേ പറയൂ, മുസ്തഫ സാറേ. വേറെ 1-2 ആൾക്കാർ കേറുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നില്ല സാറേ. ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. അതിലുണ്ടാ പുതിയതായിട്ട് അങ്ങനെ? അന്നൊക്കെ അത് നമ്മള് ഹോമിയോ അറിയുന്ന കാലത്തിന് മുമ്പായിരുന്നു. അതുകൊണ്ടാണ് അന്ന് സർജറി ചെയ്യേണ്ടി വന്നത്. ഇന്നിപ്പോ അതിന്റെ സർജറി ഒന്നും ചെയ്യാതെ തന്നെ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റും. അത് ശരിയാ. ഓക്കെ. അപ്പൊ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തെ പ്ലാസിബോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അറിവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ? ഭൂമിയിൽ ഇത്രയധികം മണ്ടന്മാരുണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഒന്നുകിൽ ആരുടെയെങ്കിലും പൈസ വാങ്ങിച്ചുകൊണ്ട് പറയുന്നവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. കാരണം ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസിബോ എഫക്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഉമാ തോമസ് MLA അബോധാവസ്ഥയിലാണ്. അവർക്ക് എങ്ങനെ പ്ലാസിബോ എഫക്ട് വന്നത്? പല യൂട്യൂബ് ചാനലുകളിലും അതിന് കമന്റുകളുണ്ട്. ഈ കമന്റ് ഇട്ടവർ ഈ കഷ്ടം തന്നെ. ശരിക്കും പറഞ്ഞ സമ്പൂർണ്ണ സാക്ഷരത നേടി എന്ന് പറഞ്ഞെങ്കിൽ നിരക്ഷരന്മാരായിട്ട് ഇനിയും ഉണ്ട് എന്നുള്ള ഗതികേടാണ്. അബോധാവസ്ഥയൊക്കെ രോഗിക്ക് പ്ലാസിബോ എഫക്ട്, 1 വയസ്സുള്ള കുട്ടിക്ക് പ്ലാസിബോ എഫക്ട്. അങ്ങനെ വളരെ വളരെ ബാലിശമായ അഭിപ്രായങ്ങൾ പലയിടത്തും ഉണ്ടാകാറുള്ളത്. നമുക്കിനി ഒരു 2 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. ഇതിലൊരു ശശി എം കാണുന്നുണ്ടല്ലോ, അദ്ദേഹം ഡോക്ടറാണോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരാൾ തന്നെ, നമ്മുടെ സ്ഥിരം ഒരാൾ തന്നെയാണ്. അതെ, പ്ലാസിബോ എഫക്റ്റും കിഡ്നി ഡാമേജും ലിവർ ഡാമേജും ഒരേ സമയം പറയുന്നത് പ്ലാസിബോ എഫക്ട് പറയുന്നത് മറുവശത്തോട്ട് കിഡ്നി ഡാമേജ് ആവുമെന്ന് പറയുന്നു. അപ്പൊ ഇവരുടെ ഈ പറഞ്ഞ കെപ്രൈസ്, അസ്ഥിര ബുദ്ധി എന്ന് സ്റ്റുവർട്ട് ക്ലോസ് പറയും. ജീനസ് ഹോമിയോ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബുദ്ധിയുടെ സ്ഥിരതയില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതൊക്കെ പറയേണ്ടി വരും. നമുക്ക് പരിപാടി അവസാനിപ്പിക്കുന്ന സമയമാകുന്നു. മറിയാമ്മ ഡോക്ടറെ, ഏറ്റവും വിശദമായിട്ട് നന്ദി പറയുന്ന വ്യക്തി ഡോക്ടർ മറിയാമ്മ ജോൺ. ഡോക്ടറെ. നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. ലോക മൃഗക്ഷേമ ദിനത്തോടനുബന്ധിച്ച് IFPH നടത്തിയ പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും പക്ഷികളോടുള്ള തൻ്റെ സ്നേഹത്തെയും അവയുടെ രക്ഷയ്ക്കായി കോടതി മുഖേന പോലും ഇടപെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മൃഗസ്നേഹിയും മനുഷ്യസ്നേഹിയും കൂടിയായ ശ്രീ മുകേഷ് ജെയിൻ സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് ആശംസ അറിയിക്കുകയും സ്വന്തം നായയ്ക്ക് ചികിത്സ നൽകി രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും മത്സ്യത്തിൽ റിസർച്ച് നടത്തിയ അനുഭവം അറിയിക്കുകയും ചെയ്ത് 3 സിസ്റ്റത്തിലും ബിരുദം നേടിയ ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നെങ്കിലും ഹോമിയോപ്പതി ഇന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ G. ഹരികുമാർ സാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനായി താല്പര്യം കാണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടിയിൽ മൃഗക്ഷേമത്തിന് ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയും ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ ആൻറ്റിബയോട്ടിക് ചികിത്സ മൂലം വരുന്ന ദോഷഫലങ്ങൾ, മനുഷ്യർക്കുണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുകയും അതിനെ പ്രതിരോധിക്കുന്നതിനായി ഹോമിയോപ്പതി ചികിത്സ അവലംബിക്കണമെന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അറിയിക്കുകയും അതുപോലെ തന്നെ കുളമ്പ് രോഗങ്ങൾക്കും പൂച്ചയുടെ വൈറൽ ഇൻഫെക്ഷന് ഭക്ഷ്യസുരക്ഷയ്ക്ക് എല്ലാം ഹോമിയോപ്പതി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുകയും ചെയ്ത റിട്ടയർഡ് സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ മുസ്തഫ സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. മുസ്തഫ ഡോക്ടറുടെ ഹോമിയോപ്പതി ചികിത്സയുടെ അനുഭവങ്ങൾ പങ്കുവെച്ച
പവിത്രൻ സാറിനും ശ്രീ വിനോദൻ സാറിനും നന്ദി അറിയിക്കുന്നു. സലീംകുമാർ ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയുടെ മോഡറേറ്ററും എല്ലാ പ്രത്യേക പരിപാടിയുടെയും സംഘാടനം കൂടിയായ മനോജ് ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കട്ടെ. നമ്മുടെ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ഷൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് നടത്തപ്പെട്ട ലോക മൃഗക്ഷേമ ദിന പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും ആയിരം നന്ദി അറിയിക്കുന്നു. IFPHന്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലുപരിയായി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒക്ടോബർ 27 വയലാർ രാമവർമ്മ അനുസ്മരണ പ്രഭാഷണമുണ്ട്. ശ്രീകുമാർ മുഖത്തല സാറാണ് നടത്തുന്നത്. അപ്പോൾ ഇതുപോലെ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഇനിയും ധാരാളം ഉണ്ട്. എല്ലാവരും പങ്കെടുക്കുക. 1850 ദിവസത്തെ പരിപാടി കൃത്യമായി നിർത്താൻ കഴിഞ്ഞ പ്രത്യേക ചാരിതാർത്ഥ്യത്തോടു കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.